ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 5 മാസം. ജനങ്ങൾക്കായി തുറക്കേണ്ട കുടുംബാരോഗ്യ കേന്ദ്രം ഇന്നും പൂട്ടിയ നിലയിൽ. മലപ്പുറം എടവണ്ണയിൽ പുതുതായി നിർമ്മിച്ച കുടുംബാരോഗ്യ കേന്ദ്രമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ഉപയോഗമില്ലാതെ പോകുന്നത്. ഫർണിച്ചറും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാതെ ഉദ്ഘാടനം നടത്തിയതോടെ നൂറുകണക്കിന് രോഗികൾക്ക് ആശ്രയമാകേണ്ട കെട്ടിടം ഇന്ന് നശിക്കുകയാണ്. അധികൃത അനാസ്ഥയുടെ ചിഹ്നമായി മാറുകയാണ് എടവണ്ണ പടിഞ്ഞാറൻ ചാത്തല്ലൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രം. ഉദ്ഘാടനം കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞിട്ടും നൂറുകണക്കിന് രോഗികൾക്ക് ആശ്രയമാകേണ്ട കേന്ദ്രം ഇതുവരെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ജൂലൈ 14 ക്യാമറകൾക്ക് മുന്നിൽ റിബൺ മുറിച്ചു ആഘോഷമാക്കി. കൂടിയവരെല്ലാം നേട്ടമാക്കി നല്ല വാക്കുകൾ പറഞ്ഞു. വേദി വിരിഞ്ഞു. അതിനുശേഷം 5 മാസം കഴിഞ്ഞിട്ടും ഒരു രോഗിക്കും ആ കെട്ടിടത്തിലേക്ക് കയറാൻ അനുമതിയില്ല. $14.5 ലക്ഷം പഞ്ചായത്ത് ഫണ്ട്, 15.5 ലക്ഷം നാഷണൽ ഹെൽത്ത് മിഷൻ, ആകെ 30 ലക്ഷം രൂപ പൊതുപണം ചെലവാക്കി പണിത കെട്ടിടം ഇന്ന് പൂട്ടിയിട്ട അവസ്ഥയിൽ കാടുമൂടി നശിക്കുന്നു. കഴിഞ്ഞ ജൂലൈ മാസം 14 തീയതി വനം വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ്. എന്നാൽ ഏകദേശം 6 മാസത്തിൻ്റെ അടുത്തായിട്ട് ഈ ജന്തുക്കളുടെയും മറ്റും വാസസ്ഥലമായ ഒരു സംരംഭത്തിലാണ് ഈ ബിൽഡിംഗ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത ആദിവാസി സമൂഹത്തിനും അതുപോലെ തന്നെ നിരവധി മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന വ്യക്തികൾക്കും ഉപകാരപ്രദമാകുന്ന ഒരു ബിൽഡിങ്ങാണ് 30 ലക്ഷം രൂപ മുടക്കി ഉണ്ടാക്കിയ ബിൽഡിംഗ്. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഇത്ര വർഷമായിട്ടും എത്ര മാസങ്ങളായിട്ടും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പുതിയ കെട്ടിടത്തിൽ OP, ലാബ്, പരിശോധനാ മുറികൾ എല്ലാം ഒരുക്കാനായിരുന്നു പദ്ധതി. എന്നാൽ ഇന്നും രോഗികൾ ഇടുങ്ങിയ പഴയ മുറികളിൽ ക്യൂ നിൽക്കുകയാണ്. കെട്ടിടം എന്ന് തുറക്കാൻ കഴിയുമെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു തീയതിയും ഇതുവരെ ആയിട്ടില്ല. ഫർണിച്ചർ ഇല്ലെന്ന് പറയുന്നു, സൗകര്യമില്ലെന്ന് പറയുന്നു. ഇതൊന്നുമില്ലാതെ പിന്നെ എന്തിന് ഉദ്ഘാടനം ചെയ്തു എന്ന് പൊതുജനവും ചോദിക്കുന്നു. ചിത്രമെടുത്ത് റിബൺ മുറിച്ചാൽ ആശുപത്രി പ്രവർത്തിക്കില്ല. അതിനുവേണ്ട പണിയെടുക്കണം. ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.